ഇസ്രായേലിന്റെ പുസ്തകം 9-ാം അധ്യായം. അതിൻ്റെ ശേഷം പ്രഭുക്കന്മാർ എൻ്റെ അടുക്കൽ വന്നു. ഇസ്രായേൽ ജനവും പുരോഹിതന്മാരും ലേവ്യരും ദേശനിവാസികളോട് വേർപെടാതെ കനാന്യർ, ഹിത്യർ, പെരിസ്യർ, യെബൂസ്യർ, അമ്മോന്യർ, മോവാബ്യർ, മിസ്രൈമ്യർ, അമ്മോര്യർ എന്നിവരുടെ മ്ലേച്ഛതകളെ ചെയ്തു വരുന്നു. അവരുടെ പുത്രിമാരെ അവർ തങ്ങൾക്കും തങ്ങളുടെ പുത്രന്മാർക്കും ഭാര്യമാരായി എടുത്തതുകൊണ്ട് വിശുദ്ധ സന്തതി ദേശനിവാസികളോട് ഇടകലർന്നു പോയി. പ്രഭുക്കന്മാരുടെയും പ്രമാണികളുടെയും കൈ തന്നെ ഈ അകൃത്യത്തിൽ ഒന്നാമതായിരിക്കുന്നു എന്നും പറഞ്ഞു. ഈ വർത്തമാനം കേട്ടപ്പോൾ ഞാൻ എൻ്റെ വസ്ത്രവും മേലങ്കിയും കീറി എൻ്റെ തലയിലും താടിയിലുമുള്ള രോമം വലിച്ചുപറിച്ച് സ്തംഭിച്ച് കുത്തിയിരുന്നു. പ്രവാസികളുടെ അകൃത്യം നിമിത്തം ഇസ്രയേലിൻ ദൈവത്തിൻ്റെ വചനത്തിങ്കൽ വിറയ്ക്കുന്നവരൊക്കെയും എൻ്റെ അടുക്കൽ വന്നുകൂടി. എന്നാൽ ഞാൻ സന്ധ്യായാഗം വരെ സ്തംഭിച്ച് കുത്തിയിരുന്നു. സന്ധ്യായാഗത്തിൻ്റെ സമയത്ത് ഞാൻ എൻ്റെ ആത്മതപനം വിട്ടെഴുന്നേറ്റ് കീറിയ വസ്ത്രത്തോടും മേലങ്കിയോടും കൂടെ മുട്ടുകുത്തി എൻ്റെ ദൈവമായ യഹോവയെങ്കിലേക്ക് കൈമലർത്തി പറഞ്ഞതെന്തെന്നാൽ, എൻ്റെ ദൈവമേ, ഞാൻ എൻ്റെ മുഖം എൻ്റെ ദൈവമായ നിങ്കലേക്ക് ഉയർത്തുവാൻ ലജ്ജിച്ച് നാണിച്ചിരിക്കുന്നു. ഞങ്ങളുടെ അകൃത്യങ്ങൾ ഞങ്ങളുടെ തലയ്ക്ക് മീതെ പെരുകി കവിഞ്ഞിരിക്കുന്നു. ഞങ്ങളുടെ കുറ്റം ആകാശത്തോളം വളർന്നിരിക്കുന്നു. ഞങ്ങളുടെ പിതാക്കന്മാരുടെ കാലം മുതൽ ഇന്നുവരെയും ഞങ്ങൾ വലിയ കുറ്റക്കാരായിരിക്കുന്നു. ഞങ്ങളുടെ അകൃത്യങ്ങൾ നിമിത്തം ഞങ്ങളും ഞങ്ങളുടെ രാജാക്കന്മാരും പുരോഹിതന്മാരും ഇന്നുള്ളതുപോലെ വിദേശ രാജാക്കന്മാരുടെ കയ്യിൽ വാളിനും പ്രവാസത്തിനും കവർച്ചയ്ക്കും അപമാനത്തിനും ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഇപ്പോഴോ ഞങ്ങളുടെ ദൈവം ഞങ്ങളുടെ കണ്ണുകളെ പ്രകാശിപ്പിക്കേണ്ടതിനും ഞങ്ങളുടെ ദാസ്യസ്ഥിതിയിൽ ഞങ്ങൾക്ക് കുറഞ്ഞൊരു ജീവശക്തി നൽകേണ്ടതിനും ഞങ്ങളിൽ ഒരു ശേഷിപ്പിനെ രക്ഷിച്ച് തൻ്റെ വിശുദ്ധ സ്ഥലത്ത് ഞങ്ങൾക്കൊരു പാർപ്പിടം തരുവാൻ തക്കവണ്ണം ഞങ്ങൾക്ക് ഒരു ക്ഷണനേരത്തേക്ക് ഞങ്ങളുടെ ദൈവമായ യഹോവ കൃപ കാണിച്ചിരിക്കുന്നു. ഞങ്ങൾ ദാസന്മാരാകുന്നു സത്യം, എങ്കിലും ഞങ്ങളുടെ ദാസ്യസ്ഥിതിയിൽ ഞങ്ങളുടെ ദൈവം ഞങ്ങളെ ഉപേക്ഷിക്കാതെ ഞങ്ങളുടെ ദൈവത്തിൻ്റെ ആലയം പണിയുകയും അതിൻ്റെ ശൂന്യങ്ങളെ നന്നാക്കുകയും ചെയ്യേണ്ടതിന് ഞങ്ങൾക്ക് ജീവശക്തി നൽകുവാനും യഹൂദയിലും യെരൂശലേമിലും ഞങ്ങൾക്കൊരു സങ്കേതം തരുവാനും പാർസി രാജാക്കന്മാരുടെ ദൃഷ്ടിയിൽ ഞങ്ങൾക്ക് ദയ ലഭിക്കുമാറാക്കിയിരിക്കുന്നു. ഇപ്പോൾ ഞങ്ങളുടെ ദൈവമേ, ഇതിന് ഞങ്ങൾ എന്തുപകാരം പറയേണ്ടു? നിങ്ങൾ കൈവശമാക്കുവാൻ ചെല്ലുന്ന ദേശം ദേശനിവാസികളുടെ മലിനതയാലും ഒരു അറ്റം മുതൽ മറ്റേ അറ്റം വരെ അവർ നിറച്ചിരിക്കുന്ന മ്ലേച്ഛതയാലും അവരുടെ അശുദ്ധിയാലും മലിനപ്പെട്ടിരിക്കുന്ന ദേശമത്രേ. ആകയാൽ നിങ്ങൾ ശക്തിപ്പെട്ട് ദേശത്തിൻ്റെ നന്മ അനുഭവിച്ച് അത് എന്നേക്കും നിങ്ങളുടെ മക്കൾക്ക് അവകാശമായി വെച്ചേക്കേണ്ടതിന് നിങ്ങളുടെ പുത്രിമാരെ അവരുടെ പുത്രന്മാർക്ക് കൊടുക്കാതെയും അവരുടെ പുത്രിമാരെ നിങ്ങളുടെ പുത്രന്മാർക്ക് എടുക്കാതെയും അവരുടെ സമാധാനവും നന്മയും ഒരിക്കലും കരുതാതെയും ഇരിക്കണം എന്നിങ്ങനെ നിന്റെ ദാസന്മാരായ പ്രവാചകന്മാർ മുഖാന്തരം നീ അരുളി ചെയ്ത കൽപ്പനകളെ ഞങ്ങൾ ഉപേക്ഷിച്ച് കളഞ്ഞുവല്ലോ. ഇപ്പോൾ ഞങ്ങളുടെ ദുഷ്പ്രവൃത്തികളും മഹാപാതകവും ഹേതുവായി ഇതെല്ലാം ഞങ്ങളുടെ മേൽ വന്ന ശേഷം ഞങ്ങളുടെ ദൈവമേ, നീ ഞങ്ങളുടെ അകൃത്യങ്ങൾക്ക് തക്കവണ്ണം ഞങ്ങളെ ശിക്ഷിക്കാതെ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ശേഷിപ്പിനെ തന്നിരിക്കുകയും ഞങ്ങൾ നിന്റെ കൽപ്പനകളെ വീണ്ടും ലംഘിക്കുകയും ഈ മ്ലേച്ഛത ചെയ്യുന്ന ജാതികളോട് സംബന്ധം കൂടുകയും ചെയ്യാമോ? ചെയ്താൽ ഒരു ശേഷിപ്പോ തെറ്റിയൊഴിഞ്ഞവരോ ഉണ്ടാകാതെ വണ്ണം നീ ഞങ്ങളെ മുടിച്ചു കളയുവോളം ഞങ്ങളോട് കോപിക്കുകയില്ലയോ? ഇസ്രായേലിന്റെ ദൈവമായ യഹോവേ, നീ നീതിമാൻ. ഞങ്ങളോ ഇന്നുള്ളതുപോലെ തെറ്റിയൊഴിഞ്ഞ ഒരു ശേഷിപ്പത്രേ. ഞങ്ങളുടെ പാതകത്തോടു കൂടെ ഇതാ ഞങ്ങൾ നിന്റെ മുൻപാകെ ഇരിക്കുന്നു. അതു നിമിത്തം നിന്റെ മുൻപാകെ നിൽപ്പാൻ ആർക്കും കഴിവില്ല. അധ്യായം 10. എസ്ര ഇങ്ങനെ ദൈവാലയത്തിന് മുമ്പിൽ വീണുകിടന്ന് കരഞ്ഞു പ്രാർത്ഥിക്കുകയും ഏറ്റുപറയുകയും ചെയ്തപ്പോൾ പുരുഷന്മാരും സ്ത്രീകളും പൈതങ്ങളുമായി ഇസ്രായേല്യരുടെ ഏറ്റവും വലിയൊരു സഭ അവൻ്റെ അടുക്കൽ വന്നുകൂടി. ജനവും വളരെ കരഞ്ഞു. അപ്പോൾ ഏലാമിൻ്റെ പുത്രന്മാരിൽ ഒരുവനായ യെഹീയേലിൻ്റെ മകൻ ശെഖന്യാവ് എസ്രയോട് പറഞ്ഞത്, നാം നമ്മുടെ ദൈവത്തോട് ദ്രോഹം ചെയ്തു. ദേശനിവാസികളിൽ നിന്ന് അന്യജാതിക്കാരത്തികളെ വിവാഹം ചെയ്തിരിക്കുന്നു. എങ്കിലും ഈ കാര്യത്തിൽ ഇസ്രയേലിന് വേണ്ടി ഇനിയും പ്രത്യാശയുണ്ട്. ഇപ്പോൾ ആ സ്ത്രീകളെയൊക്കെയും അവരിൽ നിന്ന് ജനിച്ചവരെയും യജമാനൻ്റെയും നമ്മുടെ ദൈവത്തിൻ്റെ കൽപ്പനയെങ്കിൽ വിറയ്ക്കുന്നവരുടെയും നിർണയപ്രകാരം നീക്കിക്കളവാൻ നമ്മുടെ ദൈവത്തോട് നാം ഒരു നിയമം ചെയ്യുക. അത് ന്യായപ്രമാണത്തിന് അനുസാരമായി നടക്കട്ടെ. എഴുന്നേൽക്ക, ഇത് നീ നിർവഹിക്കേണ്ടുന്ന കാര്യമാകുന്നു. ഞങ്ങൾ നിനക്ക് തുണയായിരിക്കും. ധൈര്യപ്പെട്ട് പ്രവർത്തിക്കാം. അങ്ങനെ എസ്ര എഴുന്നേറ്റ് ഈ വാക്കുപോലെ ചെയ്യേണ്ടതിന് പുരോഹിതന്മാരുടെയും ലേവ്യരുടെയും പ്രഭുക്കന്മാരെയും എല്ലാ ഇസ്രായേലിനെയും കൊണ്ട് സത്യം ചെയ്യിച്ചു. അവർ സത്യം ചെയ്തു.
എസ്ര ദൈവാലയത്തിൻ്റെ മുമ്പിൽ നിന്ന് എഴുന്നേറ്റ് എല്യാശീബിൻ്റെ മകനായ യഹോഹാനാൻ്റെ അറയിൽ ചെന്ന് പ്രവാസികളുടെ ദ്രോഹം നിമിത്തം അവൻ ദുഃഖിച്ചും കൊണ്ട് അപ്പം തിന്നാതെയും വെള്ളം കുടിക്കാതെയും അവിടെ രാപാർത്തു. അനന്തരം അവർ സകല പ്രവാസികളും യെരൂശലേമിൽ വന്നുകൂടേണം എന്ന പ്രഭുക്കന്മാരുടെയും മൂപ്പന്മാരുടെയും നിർണയപ്രകാരം 3 ദിവസത്തിനകം ആരെങ്കിലും വരാതെ ഇരുന്നാൽ അവൻ്റെ വസ്തുവകയൊക്കെയും കണ്ടുകെട്ടിയെടുക്കുകയും അവനെ പ്രവാസികളുടെ സഭയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്യുമെന്നും യഹൂദയിലും യെരൂശലേമിലും പ്രസിദ്ധമാക്കി. അങ്ങനെ യഹൂദയുടെയും ബെന്യാമീൻ്റെയും സകല പുരുഷന്മാരും 3-ാം ദിവസത്തിനകം യെരൂശലേമിൽ വന്നുകൂടി. അന്ന് 9-ാം മാസം 20-ാം തീയതി ആയിരുന്നു. സകല ജനവും ആ കാര്യം ഹേതുവായിട്ടും വന്മഴ നിമിത്തവും വിറച്ചും കൊണ്ട് ദൈവാലയത്തിൻ്റെ മുറ്റത്തിരുന്നു. അപ്പോൾ എസ്രാ പുരോഹിതൻ എഴുന്നേറ്റ് അവരോട്, നിങ്ങൾ ദ്രോഹം ചെയ്തു ഇസ്രയേലിൻ്റെ കുറ്റത്തെ വർദ്ധിപ്പിക്കേണ്ടതിന് അന്യജാതിക്കാരത്തികളെ വിവാഹം കഴിച്ചിരിക്കുന്നു. ആകയാൽ ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവയോട് പാപം ഏറ്റുപറയുകയും അവൻ്റെ ഇഷ്ടമനുസരിച്ച് ദേശനിവാസികളോടും അന്യജാതിക്കാരത്തികളോടും വേർപെടുകയും ചെയ്യുവനെന്ന് പറഞ്ഞു. അതിന് സർവ്വസഭയും ഉറക്കെ ഉത്തരം പറഞ്ഞത്, നീ ഞങ്ങളോട് പറഞ്ഞ വാക്കുപോലെ തന്നെ ഞങ്ങൾ ചെയ്യേണ്ടതാകുന്നു. എങ്കിലും ജനം വളരെയും ഇത് വർഷകാലവും ആകുന്നു. വെളിയിൽ നിൽപ്പാൻ ഞങ്ങൾക്ക് കഴിവില്ല. ഈ കാര്യത്തിൽ ഞങ്ങൾ അനേകരും ലംഘനം ചെയ്തിരിക്കയാൽ ഇത് 1 ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ തീരുന്ന സംഗതിയുമല്ല. ആകയാൽ ഞങ്ങളുടെ പ്രഭുക്കന്മാർ സർവ്വസഭയ്ക്കും പ്രതിനിധികളായി നിൽക്കട്ടെ. ഈ കാര്യനിമിത്തം നമ്മുടെ ദൈവത്തിനുള്ള കഠിന കോപം ഞങ്ങളെ വിട്ടുമാറുവോളവും ഞങ്ങളുടെ പട്ടണങ്ങളിൽ അന്യജാതിക്കാരത്തികളെ വിവാഹം കഴിച്ചിരിക്കുന്ന ഏവരും അവരോട് കൂടെ അവിടങ്ങളിലെ മൂപ്പന്മാരും ന്യായാധിപതിമാരും നിശ്ചയിക്കപ്പെട്ട സമയങ്ങളിൽ വരികയും ചെയ്യട്ടെ. അതിന് അസാഹേലിൻ്റെ മകനായ യോനാഥാനും തിക്വയുടെ മകനായ യഹ്സയാവും മാത്രം വിരോധം പറഞ്ഞു. മെശുല്ലാമും ശബ്ബെഥായി എന്ന ലേവ്യനും അവരെ താങ്ങിപ്പറഞ്ഞു. പ്രവാസികളോ അങ്ങനെ തന്നെ ചെയ്തു. എസ്രാ പുരോഹിതനെയും പിതൃഭവനമായി ചില പിതൃഭവന തലവന്മാരെയും പേരുപേരായി തിരഞ്ഞെടുത്തു. അവർ ഈ കാര്യം വിസ്തരിപ്പാൻ 10-ാം മാസം 1-ാം തീയതി യോഗം കൂടി. അന്യജാതിക്കാരത്തികളെ വിവാഹം കഴിച്ചിരുന്ന സകല പുരുഷന്മാരുടെയും കാര്യം അവർ 1-ാം മാസം 1-ാം തീയതി കൊണ്ട് തീർത്തു. പുരോഹിതന്മാരുടെ പുത്രന്മാരിലും അന്യജാതിക്കാരത്തികളെ വിവാഹം കഴിച്ചവരുണ്ടായിരുന്നു. അവരാരെന്നാൽ യോസാദാക്കിൻ്റെ മകനായ യേശുവയുടെ പുത്രന്മാരിലും അവൻ്റെ സഹോദരന്മാരിലും മയശേയാവ്, എലിയേസർ, യാരീബ്, ഗദല്യാവ് എന്നിവർ തന്നെ. ഇവർ തങ്ങളുടെ ഭാര്യമാരെ ഉപേക്ഷിക്കാം എന്ന് കൈയടിച്ചു. അവർ കുറ്റക്കാരായതുകൊണ്ട് തങ്ങളുടെ കുറ്റത്തിനായി ഓരോ ആട്ടുകൊറ്റനെ യാഗം കഴിച്ചു. ഇമ്മേരിൻ്റെ പുത്രന്മാരിൽ ഹനാനി, സബദ്യാവ്. ഹാരീമിൻ്റെ പുത്രന്മാരിൽ മയശേയാവ്, ഏലിയാവ്, ശെമയ്യാവ്, യഹിയേൽ, ഉസ്സിയാവ്. പശ്ഹൂരിൻ്റെ പുത്രന്മാരിൽ എല്യോവേനായി, മയശേയാവ്, ഇശ്മായേൽ, നെഥനയേൽ, യോസാബാദ്, എലയാസ. ലേവ്യരിൽ യോസാബാദ്, ശിമയി, കെലീദ എന്നു പേരുള്ള കേലായാവ്, പെതഹ്യാവ്, യഹൂദ, എലിയേസർ. സംഗീതക്കാരിൽ എല്യാശീബ്. വാതിൽ കാവൽക്കാരിൽ ശല്ലൂം, തേലം, ഊരി. ഇസ്രായേലിൽ പരോശിൻ്റെ പുത്രന്മാരിൽ രമ്യാവ്, ഇഷിയാവ്, മൽക്കിയാവ്, മിയാമീൻ, എലയാസാർ, മൽക്കിയാവ്, ബെനായാവ്. ഏലാമിൻ്റെ പുത്രന്മാരിൽ മഥന്യാവ്, സഖര്യാവ്, യഹിയേൽ, അബ്ദി, യെരേമോത്ത്, എലിയാവ്. സത്തൂവിൻ്റെ പുത്രന്മാരിൽ എല്യോവേനായി, എല്യാശീബ്, മഥന്യാവ്, യെരേമോത്ത്, സാബാദ്, അസീസ. ബേബായിയുടെ പുത്രന്മാരിൽ യഹോഹാനാൻ, ഹനന്യാവ്, സബ്ബായി, അഥേലായി. പാനിയുടെ പുത്രന്മാരിൽ മെശുല്ലാം, മല്ലൂക്ക്, അദായാവ്, യാശൂബ്, ഷെയാൽ, യെരേമോത്ത്. പഹത് മോവാബിൻ്റെ പുത്രന്മാരിൽ അദ്ന, കെലാൽ, ബെനായാവ്, മയശേയാവ്, മഥന്യാവ്, ബെസലയേൽ, ബിന്നൂവി, മനശ്ശെ. ഹാരീമിൻ്റെ പുത്രന്മാരിൽ എലിയേസർ, ഇഷിയാവ്, മൽക്കിയാവ്, ശെമയ്യാവ്, ശിമയോൻ. ബെന്യാമീൻ, മല്ലൂക്ക്, ശെമര്യാവ്. ഹാശൂമിൻ്റെ പുത്രന്മാരിൽ മഥനായി, മഥഥ, സാബാദ്, എലീഫേലത്ത്, യെരേമായി, മനശ്ശെ, ശിമെയി. ബാനിയുടെ പുത്രന്മാരിൽ മയദായി, അമ്രാം, ഊവേൽ, ബെനായാവ്. ബേദയാവ്, കെലൂഹൂം, വന്യാവ്, മെരേമോത്ത്. എല്യാശീബ്, മഥന്യാവ്,
മെഥന്നായി, യാസു, ബാനി, ബിന്നൂവി, ഷിമയി, ശേലമ്യാവ്, നാഥാൻ, അദായാവ്, മഖ്ന, ദബായി, ശാശായി, ശാരായി, അസരയേൽ, ശേലമ്യാവ്, ശമര്യാവ്, ശല്ലൂം, അമര്യാവ്, യോസേഫ്. നെബോവിൻ്റെ പുത്രന്മാരിൽ യെയിയേൽ, മിത്തിത്യാവ്, സാബാദ്, സെബീന, യെദായി, യോവേൽ, ബനായാവ്. ഇവർ എല്ലാവരും അന്യജാതിക്കാരത്തികളെ വിവാഹം കഴിച്ചിരുന്നു. അവരിൽ ചിലർക്ക് മക്കളെ പ്രസവിച്ച ഭാര്യമാരും ഉണ്ടായിരുന്നു.